മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിയുള്ള എം ടി വാസുദേവൻ നായരുടെ രാഷ്ട്രീയ വിമർശനം സജീവ ചർച്ചയാവുകയാണ്. രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിക്ക് കാരണം അർഹതയുള്ള വ്യക്തികളുടെ അഭാവം ആണ് എന്നായിരുന്നു എം ടിയുടെ വിമർശനം. പരാമർശം മുഖ്യമന്ത്രിയെ ഉന്നമിക്കുന്നതല്ല എന്നായിരുന്നു LDF കൺവീനർ EP ജയരാജന്റെ പ്രതികരണം. വിവരങ്ങളുമായി ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. വെരി ഗുഡ് മോർണിംഗ് DD. ഇപ്പോൾ EP ജയരാജന്റെ ഒരു വിശദീകരണം വന്നല്ലോ, അത് മുഖ്യമന്ത്രിയെ അല്ല ലക്ഷ്യം വെച്ചത്, അത് കേന്ദ്ര സർക്കാരിനെ ലക്ഷ്യം വെച്ച് വന്ന ഒരു വിമർശനമാണെന്നാണല്ലോ ഇപ്പൊ EP ജയരാജന്റെ ഒരു വ്യാഖ്യാനം. ക്രിസ്റ്റീന സ്മിത, MT വാസുദേവൻ നായർ ഇന്നലെ ഈ ബീച്ചിൽ DEC ബുക്സ് നടത്തുന്ന KLF ലിറ്റററി ഫെസ്റ്റിവലിലാണ് ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രിയായിരുന്നു ഉദ്ഘാടകൻ. ആ ചടങ്ങിലെ മുഖ്യ അതിഥിയായിരുന്നു MT വാസുദേവൻ നായർ. MTയുടെ പ്രസംഗം ഒരുപക്ഷെ തികഞ്ഞ രാഷ്ട്രീയ വിമർശനമാണെന്ന് പറയാം. പക്ഷേ അതിൽ MT കേരളത്തെയാണോ കേന്ദ്രത്തെയാണോ ലക്ഷ്യം വെച്ചത് എന്നുള്ളത് ആ പ്രസംഗത്തിൽ വ്യക്തമല്ല. പിന്നെ അനുമാനിക്കാവുന്നത് EMSനെ ഉദ്ധരിക്കുന്നു, നേതൃ ആരാധന എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ അതിനെ സ്വാഭാവികമായും ഇത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഇരുത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ വിമർശനമാണ് എന്നുള്ള നിലയിലുള്ള വ്യാഖ്യാനം നൽകുകയായിരുന്നു. പക്ഷേ എന്നാൽ MT അതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു നിലപാട് പ്രഖ്യാപനം ഇതുവരെയും നടത്തിയിട്ടില്ല. പക്ഷേ വൈകിട്ട് ഇന്നലെ EP ജയരാജൻ, CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറുമായ EP ജയരാജൻ വളരെ കൃത്യമായി പറഞ്ഞു, ഇത് കേന്ദ്രത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, കേരളത്തെ അല്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഈ KLFന് ഒരു സ്വകാര്യ പരിപാടിയാണ്, പക്ഷേ അതിന് സംസ്ഥാന സർക്കാരിന്റെ പണം കൂടി അനുവദിക്കുന്നുണ്ട്. അത്തരമൊരു പരിപാടിയിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ചതാവാൻ വഴിയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് തർക്കമായുള്ളത്. മാത്രവുമല്ല, MTയുടെ സ്വഭാവം വെച്ച് അങ്ങനെ വിമർശിക്കാനാണെങ്കിൽ MT അത്തരമൊരു പരിപാടിയിൽ പങ്കെടുക്കുകയല്ല ചെയ്യുക, MT മാറി നിൽക്കുകയൊക്കെയാണ് ചെയ്യുക. ഇത്തരത്തിൽ ഏതായാലും MT ഇപ്പോൾ സൈബർ ഇടത്തിൽ ഉൾപ്പെടെ MTയെ ക്രൂശിച്ചുകൊണ്ടുള്ള പരാമർശങ്ങളും MTയെ അനുകൂലിച്ചുകൊണ്ടുള്ള പരാമർശങ്ങളും സൈബർ ഇടങ്ങളിൽ മുഴുവനുണ്ട്. MTക്ക് സൈബർ അക്കൗണ്ട്, അതായത് FBO ട്വിറ്ററോ ഉള്ളതായി നമുക്കറിയില്ല. MT ആ രീതിയിലുള്ള നവമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതായി നമുക്കറിയില്ല. പക്ഷേ ഇതുവരെ അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണവും വന്നിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ഏതായാലും ഇടതുമുന്നണിയും CPIM നേതൃത്വവും MT വിമർശിച്ചത് കേന്ദ്രത്തെയും കേന്ദ്ര സർക്കാരിനെയുമാണ് എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതാണ് EP ജയരാജന്റെ പ്രതികരണമായി പുറത്തു വന്നത്. ഏതായാലും KLFന്റെ തുടക്ക ദിവസം തന്നെ ഒരു രാഷ്ട്രീയ വിവാദത്തിന് കൂടി ഉദ്ഘാടന സമ്മേളനം മാറി എന്നുള്ളത് വസ്തുതയാണ്. ക്രിസ്റ്റീന സ്മിത. ശരി, താങ്ക് യു ദീപക്. നമ്മളേതായാലും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വ്യാപകമായിട്ട് പലതരത്തിലുള്ള ചർച്ചകൾ. ഒരു വിഭാഗം പറയുന്നു കേന്ദ്രത്തെയാണ് വിമർശിച്ചത്, ആ രാഷ്ട്രീയ രീതിയിൽ ആ രാഷ്ട്രീയ വിമർശനമാണ് MT ഉന്നയിച്ചത്. മറുവിഭാഗം പറയുന്നു സംസ്ഥാനത്തെയാണ്, മുഖ്യമന്ത്രിയെയാണ് പ്രത്യേകിച്ച്. ഈ രീതിയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ MT ഇനി ഇതിലൊരു വിശദീകരണം നൽകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം വളരെ കുറച്ച് മാത്രം ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്ന ഒരാളാണ് MT. ഇപ്പോൾ ഈ പ്രതികരണം നടത്തിയത് തന്നെ വലിയ അതിശയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഇതൊരു വലിയ ചർച്ചയ്ക്ക് വഴി തുറക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.